ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോടുകൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരടെ വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. ഇവിടെ ഫസ്റ്റ് കാർഡ് ദ ഹാങ്ഡ് മാൻ ആണ്. നിങ്ങളുടെ എനർജിയാണ്. യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് പുതിയ തുടക്കത്തിനായിട്ട് പ്രാർത്ഥിക്കുന്ന, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന നിങ്ങളുടെ എനർജി. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവുകയാണ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും നാളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും അനുഭവിച്ചറിഞ്ഞിട്ടുള്ള നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങൾ താൽക്കാലികമായിട്ട് ലെറ്റ് ഗോ സിറ്റുവേഷനിലാണ് എന്ന് യൂണിവേഴ്സ് പറയാണ്. മാത്രമല്ല, നിങ്ങളിലേക്ക് ന്യൂ വിസ്ഡം ഫൗണ്ട് ആണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ പർപ്പസ് മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു നന്മ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ട് നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറി നിൽക്കുക തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ അവരെ ചേസ് ചെയ്തു പോകുന്നില്ല, നിങ്ങൾ യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങളിപ്പോൾ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ടീച്ചിങ്ങിലൂടെ കടന്നു പോവുകയാണ്, ആ ഒരു അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് അറിയാം നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം, നിങ്ങളിലേക്ക് വന്നിട്ടുള്ള പ്രോഗ്രസ്, യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് അല്ലേ. ഇവിടെ നിങ്ങളിലൊരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. യൂണിവേഴ്സിൽ സറണ്ടറായി പ്രാർത്ഥിക്കുന്ന നിങ്ങളിലേക്ക് ഒരു മിറാക്കിൾ സംഭവിക്കാൻ പോവാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അതാണ് നെക്സ്റ്റ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പാണ് ഇവിടെ നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇവിടെ ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങളിലേക്ക് ഈ ഒരു കണക്ഷൻ പുതുതായി ആരംഭിക്കാൻ പോവാണ്. ഒരു ഡെത്ത് സംഭവിച്ചിട്ട് താൽക്കാലികമായിട്ട് നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാകുന്ന നിങ്ങളുടെ വ്യക്തിക്ക് ഇവിടെ മാറ്റം സംഭവിക്കാൻ പോവാണ്. മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഇവിടെ ഒരുങ്ങുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് കാർഡിലൂടെ നിങ്ങളിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ഒരു റീബർത്തിനെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് പോവുക തന്നെയാണ്. നിങ്ങളിലേക്ക് ഒരു ചേഞ്ച് വരികയാണ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു മാറ്റം വരികയാണ്. ന്യൂ ബിലീഫ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു പ്രോസസ്സിനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ പാസ്റ്റിലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, പാസ്റ്റിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുത്തുകൊണ്ട് അതിലെ നല്ല വശങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുങ്ങുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു തുടക്കം, ന്യൂ ബിഗിനിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 9 ഓഫ് കപ്സ് കാർഡാണ്. യൂണിവേഴ്സിന്റെ ഗിഫ്റ്റ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. നിങ്ങൾ ആദ്യത്തെ കാർഡിൽ പറയുന്നത് യൂണിവേഴ്സിൽ സറണ്ടർ ആവാണ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണ്. അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് 9 ഓഫ് കപ്സ് കാർഡിൽ നിങ്ങളിലേക്ക് യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് തരാൻ പോവാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ മിറാക്കിൾ സംഭവിക്കാൻ പോവാണ്. നിങ്ങൾക്കത് അറിഞ്ഞുകൊണ്ട് തന്നെ യൂണിവേഴ്സ് ഒരു ഗിഫ്റ്റ് ആയിട്ട് തരികയാണ്. നിങ്ങളുടെ ആ ഒരു സ്നേഹം, നിങ്ങളുടെ ആ കരുതല് അത് കണ്ടുകൊണ്ട്, അതെന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പേഴ്സണ് മാറ്റം സംഭവിക്കാനായിട്ട് ഇവിടെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. ഇവിടെ നിങ്ങളോട് ചെയ്യാൻ പറയുന്ന കാര്യം, യൂണിവേഴ്സ് പറയുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയാനാണ്. താങ്ക് യു യൂണിവേഴ്സ്, എൻ്റെ പേഴ്സൺ എന്നിലേക്ക് മടങ്ങി വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഞാൻ എന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട്, എന്നിലെ ആ ഒരു സ്നേഹം മനസ്സിലാക്കിക്കൊണ്ട് എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് താങ്ക് യു യൂണിവേഴ്സ്. ഇത് നിങ്ങൾ ദിവസവും നിങ്ങളുടെ ജീവിതത്തിൽ പറയാൻ ശ്രമിക്കുക. നമ്മൾ എത്ര കണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, നന്ദി പറയുന്നു, അത്ര കണ്ട് നമ്മളിലേക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കണ്ടിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഓൺ ദി വേ ആണെന്ന് ഞാൻ പറയുകയാണ്. വരും ദിവസങ്ങളിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇവിടെ കാണിക്കുന്നത്. യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്, യൂണിവേഴ്സിന്റെ ഗിഫ്റ്റ് ആണ് ഈ കാർഡ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. 2 ഓഫ് വാൻഡ്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു വെയിറ്റിംഗ് എനർജിയാണ്. ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്ന
ഒരു അവസരത്തിനായിട്ട് വെയിറ്റ് ചെയ്യുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി. ഇവിടെ അവരുടെ കയ്യിൽ 2 വാണ്ടുണ്ട്. ഒരു വാണ്ടെന്ന് പറയുന്നത് നിങ്ങളും, മറ്റേ വാണ്ടെന്ന് പറയുന്നത് അവരുടെ കരിയർ, അവരുടെ ഫാമിലി ഒക്കെ തന്നെയാണ്. എങ്കിൽ പോലും ഇപ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കാനായിട്ട് തയ്യാറാവാണ്. അവനവനെ തന്നെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരു ആക്ഷൻ എടുക്കുന്ന വ്യക്തിയുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു പ്രോസസ്സ് വളരെ ഫാസ്റ്റായിട്ട് യൂണിവേഴ്സിന്റെ സൈഡിൽ നിന്നും നടക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വന്നിട്ടുണ്ട്. മാത്രമല്ല ഒരു ഹോപ്പ്, ഒരു പോസിബിലിറ്റി തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ എനർജി, അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ആ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. നെക്സ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് വാണ്ട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സന്റെ സ്വപ്നങ്ങളെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനായിട്ട് അവർ ഒരുങ്ങുന്നു. പാസ്റ്റില് നിങ്ങളുമായിട്ടുള്ള ആ ഒരു പ്രണയ നിമിഷത്തില് നിങ്ങളെ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായില്ല. ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണ് അവർക്ക് നിങ്ങളെന്ന വ്യക്തിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിച്ച ഒരു കാലയളവ്. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ കരുതൽ, നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ടാണ് അവരെ സ്നേഹിക്കുന്നത് എന്ന് അവർ തിരിച്ചറിയുമ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു ആക്ഷൻ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. അവരുടെ സ്വപ്നം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. അവർ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ആ ഒരു ഫീലിങ്സ് അവർക്ക് വളരെയേറെ നിങ്ങളടുത്ത് തോന്നുന്നുണ്ട്. ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഒരു ആക്ഷൻ എടുക്കാനായിട്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് എവിടെ നിന്നോ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയതുപോലെ അവർക്ക് ഫീൽ ചെയ്യാണ്. അവരെ തന്നെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് ഇപ്പോൾ സ്നേഹിക്കുകയാണ്. ആരാണ് ശരി, ആരാണ് തെറ്റ് എന്ന് മനസ്സിലാക്കുമ്പോൾ, ആരുടെ സ്നേഹമാണ് അത്രയ്ക്കും അവർക്ക് പ്രിയപ്പെട്ടതെന്ന് മനസ്സിലാക്കുമ്പോൾ ആക്ഷൻ എടുക്കാതെ പറ്റില്ല, അല്ലേ? നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൺ ഒരു തോട്ട് ലീഡർ ആണെന്ന് പറയുന്നു. മാത്രമല്ല അവര് ഒരു ഡിസിഷൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന് എടുത്തിട്ടുള്ളത്. എക്സലന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേറ്റർ ആണ് അവര്. വളരെയേറെ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഡിസിഷനിലേക്ക് എത്തിയിട്ടുള്ളത്. കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവാം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെന്റ് എനർജിയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുവാനായിട്ട് കുറച്ച് സമയം എടുത്തിട്ടുണ്ടാവാം. അതെന്ന് പറയുന്നത് അവർക്ക് വ്യക്തമായിട്ട് നിങ്ങളെക്കുറിച്ച് അറിയണമായിരുന്നു. നിങ്ങൾ എന്താന്ന് അറിയണമായിരുന്നു. അതിനൊരു കാലയളവ് മാത്രമായിരുന്നു ഈ നോ കോൺടാക്ട് സിറ്റുവേഷൻ. തിരിച്ചറിവ് വന്നിട്ടുള്ള, നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ള നിങ്ങളുടെ പേഴ്സന്റെ ആ ഒരു മടങ്ങി വരവ് തന്നെയാണ്, ഒരു ആക്ഷനെയാണ്, ഒരു ഡിസിഷനെയാണ് ഈ കാർഡ് പറയുന്നത്. അവരിപ്പോൾ കറക്റ്റായിട്ട് നിങ്ങളെ വിലയിരുത്തുന്നുണ്ട്. നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റിയുമാണ് ഈ കാർഡ് പറയുന്നത്. ഇവിടെ സീക്കിംഗ് ട്രൂത്തിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവർക്ക് മടങ്ങി വരാതെ പോകാനായിട്ട് പറ്റില്ല. തിരിച്ചുവരവ് തന്നെയാണ് കാണിക്കുന്നത്. ഒരു ക്ലാരിറ്റി ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ഒരു വ്യക്തത ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളുടെ എനർജിയാണ്. യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്ന കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ തന്നെയാണ്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ള പുരോഗതി വരുന്നു, അബണ്ടന്റ് വരുന്നു എന്ന് യൂണിവേഴ്സ് പറയാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആണ്. നിങ്ങൾക്ക് വരുന്ന സാമ്പത്തികമായിട്ടുള്ള നേട്ടം, പുരോഗതി, അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ മടങ്ങി വരവും ഈ കാർഡ് പറയുന്നു. അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ ഒരു ഹാർവെസ്റ്റിന് വേണ്ടിയിട്ട് തയ്യാറായിരിക്കാനായിട്ട് യൂണിവേഴ്സ് പറയാണ്. വെറുതെ തയ്യാറായിരുന്നാൽ പോരാ, യൂണിവേഴ്സിനോട് നന്ദി കൂടെ പറയണം. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് വന്നതിന് നന്ദി, എനിക്ക് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തന്നതിന് നന്ദി, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ, ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് എന്നിലേക്ക് തന്നതിന് നന്ദി. നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ളത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാൻ പോവാണ്. നിങ്ങൾ എന്താണ് പറയേണ്ടത്? താങ്ക് യു യൂണിവേഴ്സ്, നിങ്ങൾ റൈറ്റ് ഡയറക്ഷനിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങൾ മുന്നോട്ട് തന്നെ പോകാൻ പറയാണ്. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ യൂണിവേഴ്സിൽ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കാണുന്നത്, അതുപോലെ തന്നെ മുന്നോട്ട് പോകാൻ പറയുകയാണ്. വിശ്വസിച്ചുകൊണ്ട് പോസിറ്റീവ് തിങ്കിങ്ങോട് കൂടിയിട്ട് മുന്നോട്ട് പോകാൻ യൂണിവേഴ്സ് പറയാണ്. നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് കാർഡ് 10 ഓഫ് പെന്റക്കിൾ ആണ്. നിങ്ങളിലേക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് 10 ഓഫ് പെന്റക്കിൾ. സാമ്പത്തികമായിട്ടുള്ള നല്ലൊരു മെച്ചം, സാമ്പത്തികമായിട്ടുള്ള അബണ്ടന്റ്, പുരോഗതി എന്നൊക്കെ തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾക്ക് വളരെയേറെ പ്രോസ്പെരിറ്റിയാണ് യൂണിവേഴ്സ് തരാൻ പോകുന്നത്. നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുള്ള നിങ്ങളുടെ ഫ്യൂച്ചറിലേക്ക് യൂണിവേഴ്സ്
ഒരു പടിക്ക് മേലേക്ക് നിങ്ങൾക്ക് തരാൻ പോവാണ്. ഒരു പ്രോസ്പെരിറ്റി എന്ന് പറയുമ്പോൾ നിസ്സാരമായിട്ടുള്ള പ്രോസ്പെരിറ്റി അല്ല. നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിച്ചു തുടങ്ങിയ ആ നിമിഷം മുതൽ ഇന്ന് വരെ നിങ്ങളിലേക്ക് വന്നിട്ടുള്ള മാറ്റത്തെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോകുന്ന സമയം മുതൽ ഈ നിമിഷം വരെ നിങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റം, അവർ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ സമയത്ത് നിങ്ങൾ ഒന്നുമല്ലായിരുന്നു, ആരുമല്ലായിരുന്നു. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ നഷ്ടപ്പെട്ടതുപോലെയായിരുന്നു ഫീൽ ചെയ്തിട്ടുള്ളത്. എന്നാൽ നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് വന്നുകൊണ്ട് നിങ്ങൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് നല്ല രീതിയിലുള്ള സാമ്പത്തിക പുരോഗതി വന്ന് തുടങ്ങിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ബിൽഡിംഗ് എനർജിയാണ് കാണിക്കുന്നത്. കുറേശ്ശെയായിട്ട് നിങ്ങളിലേക്ക് വന്ന് നല്ല രീതിയിലുള്ള പ്രോസ്പെരിറ്റി വരുന്ന നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. സക്സസ്ഫുൾ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ഫിനാൻഷ്യൽ അബണ്ടനോടൊപ്പം തന്നെ നിങ്ങളുടെ പേഴ്സന്റെ തിരിച്ചുവരവ്, അവർ നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. ബ്രില്യൻ്റ് ഫ്യൂച്ചറാണ് ഇവിടെ കാണിക്കുന്നത്. അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുവാനും സംസാരിക്കുവാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കാനും തയ്യാറായിട്ട് തന്നെയാണ് വെയിറ്റ് ചെയ്യുന്നത്, തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് കറണ്ട് ഫീലിംഗ്, കറണ്ട് എനർജി നിങ്ങൾക്ക് വരാൻ പോകുന്നത് 4 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഒരു മാരേജ് ആണ് കാണിക്കുന്നത്. എല്ലാവർക്കും എന്നല്ല പറയുന്നേ, എല്ലാവരും ഡിഫറെന്റ് എനർജിയാണ്. എങ്കിൽ കൂടിയും ഒത്തിരി പേർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രോഗ്രസ് തന്നെയാണ് കാണിക്കുന്നത്. റീയൂണിയൻ ആണ് കാണിക്കുന്നത്, ഒരു ഹാർമണി. നിങ്ങൾ സന്തോഷിക്കാൻ പോകുന്നു. സന്തോഷ നിമിഷങ്ങളെയാണ് ഇവിടെ യൂണിവേഴ്സ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക. പോസിറ്റീവ് തിങ്കിങ് അട്രാക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും യൂണിവേഴ്സിനോട് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. എത്രത്തോളം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു, താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്നു, അത്രത്തോളം നമ്മളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നടന്നിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു യൂണിവേഴ്സ് എന്ന ആ ഒരു വാക്ക് നിങ്ങൾ എത്ര കണ്ട് നിങ്ങളുടെ ലൈഫിൽ ഉപയോഗിക്കുന്നു, അത്ര കണ്ട് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് വരാൻ പോകുന്നത്. കൂടുതൽ ക്ലാരിഫിക്കേഷന് വേണ്ടി ഞാൻ ഒറക്കൽ കാർഡ് കൂടി എടുക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണ് എന്തെങ്കിലും നിങ്ങളോട് പറയാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ 3 കാർഡ്സ് ആണ് നമുക്ക് ഷഫിൾ ചെയ്ത് കിട്ടിയിട്ടുള്ളത്, ഒറക്കൽ കാർഡ്സ് കിട്ടിയിട്ടുള്ളത്. ആദ്യത്തെ കാർഡ് സോൾ കോൺട്രാക്റ്റ് ആണ് പറയുന്നത്. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗട്ടൺ. നമ്മുടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്, അതൊന്നും ഞാൻ മറക്കില്ല എന്നാ പറയുന്നേ. നിങ്ങളും അവരും തമ്മിൽ ഈ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ വന്നതും നിങ്ങളായിട്ടുള്ള പാസ്റ്റിൽ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓരോരോ പാഠങ്ങളായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ മനസ്സിലാക്കി എന്നാണ് പറയുന്നത്. അത് അവർക്ക് മറക്കാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ മറക്കാൻ പറ്റില്ല. എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളിൽ നിന്ന് അവർ മൂവ് ഓൺ ചെയ്ത് പോയിട്ടുള്ളത്, അവിടെ അവർക്കുണ്ടായ അനുഭവമാണ് അവരുടെ മനസ്സിലൂടെ ഇപ്പോൾ പോകുന്നത്. നെക്സ്റ്റ് കാർഡ് ഡേ ഡ്രീമിംഗ് എന്നാണ് പറയുന്നത്. ഐ ആം ഓൾവേസ് ലോഗിങ് ഫോർ യു എന്നാണ് പറയുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നില്ല. നിങ്ങളെ പകൽ സ്വപ്നം കാണാണ്. നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് അവരിൽ എപ്പോഴും. ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അവർക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്, അവരുടെ കരിയർ, അവരുടെ ഫാമിലി കാര്യങ്ങൾ ഒത്തിരി ഉണ്ട്. എങ്കിൽ പോലും ഒന്ന് ഫ്രീ ആയിട്ടുള്ള സമയത്ത് അവർക്ക് നിങ്ങളെക്കുറിച്ച് ഓർമ്മ വരികയാണ്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. നിങ്ങളിൽ അവർ അടിമപ്പെട്ടു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് ടൈം ആണ്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ടു ലേറ്റ് ടു ടേക്ക് ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ വൈകിപ്പോയോ എന്ന് അവർ പേടിക്കുകയാണ്. ഇനി അവർ തിരിച്ചു വരികയാണെങ്കിൽ അവർ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയമുണ്ട് അവർക്ക്. ഈ റിലേഷൻഷിപ്പിൽ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് അവർ തന്നെയാണ് വൈകിയത്. അവർ തന്നെയാണ് ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തതെന്ന് അവർക്ക് ഇപ്പോൾ മനസ്സിലാവുകയാണ്. ആ ഒരു റിയലൈസേഷൻ അവരിൽ വരികയാണ്. എങ്കിൽ കൂടിയും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവരുടെ മനസ്സിലൂടെ പോകുന്നത്. നിങ്ങളെ മറക്കാനായിട്ട് അവർക്ക് സാധിച്ചിട്ടില്ല. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളൊരു ഭയവും ഇവിടെ കാണിക്കുന്നു. എങ്കിൽ കൂടിയും ഞാൻ പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് മടങ്ങി വരുമെന്ന് തന്നെയാണ്. 4 ഓഫ് വാൻഡ്സ് കാർഡ് ഒരു ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി, കറന്റ് ഫീലിംഗ് ആണ് കാണിക്കുന്നത്. അവരുടെ മനസ്സിലെ ആശയങ്ങളെയാണ് ഇവിടെ ഒറക്കൽ കാർഡ് പറയുന്നത്.
ഈ റീഡിങ് ഒരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും ഒരുപോലെയല്ല വാലിഡ് ആവുക. വാലിഡ് ആവുന്നവർക്ക് സ്വീകരിക്കാം, അല്ലാത്തവർക്ക് വിട്ടുകളയാം. ഈ റീഡിങ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.